ഹായ്, ഞാൻ കല്യാണിക്കുട്ടി. ഞങ്ങൾ തൃപ്പൂണിത്തുറയിലാണുള്ളത്. ഞങ്ങളുടെ കുഞ്ഞുമോള് നീലാഞ്ജനക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത്. അതിനായിട്ടുള്ളൊരു കുഞ്ഞു ഷോപ്പിങ്ങിനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. തൊട്ടടുത്തുള്ളൊരു കടയിലാണ് ഞങ്ങൾ ആദ്യം വന്നത്. സ്റ്റെപ്പുകൾ പതുക്കെ കയറി ഞങ്ങൾ കടയ്ക്കുള്ളിലെത്തി. ഫസ്റ്റ് ഫ്ലോറിലാണ് കുഞ്ഞുങ്ങളുടെ സെഷൻ. ഓരോ സ്റ്റെപ്പും അവൾ എന്നെയാണ് കയറുന്നത്. കൂട്ടത്തിൽ ഞാൻ അവളെ കണക്കും പഠിപ്പിക്കും, 1 2 3 എന്ന്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ സെഷനിലെത്തി. ഓരോ ഡ്രസ്സും ഞാൻ അവൾക്ക് പാകമാകുന്നുണ്ടോ എന്ന് നോക്കി. ആദ്യം ഞാൻ കരുതി പിറന്നാളുള്ള ഡ്രസ്സ് എടുക്കാമെന്ന്. അങ്ങനെ അവൾക്കൊരു പാവാടയും ഉടുപ്പും ഞാൻ സെലക്ട് ചെയ്തു. അവൾക്ക് ഇണങ്ങുന്ന പാവാടയും ഉടുപ്പും വിനിച്ചേട്ടൻ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് ബാക്കി ബർത്ത്ഡേക്കുള്ള ഡ്രസ്സുണ്ടോ എന്ന് ഞങ്ങൾ നോക്കി. കുറേ കളക്ഷൻസ് ഉണ്ട് അവിടെ. എങ്കിലും ഞാൻ ഈ ഡ്രസ്സുകളൊന്നും എടുത്തില്ല. ചൂടല്ലേ, കുഞ്ഞ് കേക്ക് കട്ട് ചെയ്യാൻ അവൾക്ക് ബുദ്ധിമുട്ടാവും. ക്യാഷ്വൽ ഏതെങ്കിലും ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേറൊന്നും നോക്കാതെ പാവാടയും ബ്ലൗസുമായിട്ട് താഴേക്ക് ഇറങ്ങി. താഴെയാണ് ബിൽ പേ ചെയ്യുന്നത്. അവൾ ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും അവളുടെ അച്ഛനെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ വരുന്നുണ്ടോ അതോ നിൽക്കുകയാണെന്ന് അവൾ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളുടെ കയ്യിൽ പിടിച്ച് പതുക്കെ സ്റ്റെപ്പുകൾ ഇറങ്ങി. പിന്നെ ബിൽ പേ ചെയ്യാനായിട്ട് കൗണ്ടറിൽ നിന്നു. അച്ഛനും മോളും എന്നെ നോക്കി നിൽക്കുകയാണ്. പിന്നെ പതുക്കെ ഞങ്ങൾ സ്റ്റെപ്പുകൾ ഇറങ്ങി വണ്ടിയുടെ അടുത്തെത്തി. ബുള്ളറ്റിനടുത്തേക്ക് ഞങ്ങൾ നടന്നു. എപ്പോഴും അവൾക്കിഷ്ടം അച്ഛനോട് ചേർന്ന് ഫ്രണ്ടിലിരിക്കാനാണ്. ഫ്രണ്ടിലാവുമ്പോൾ വണ്ടികളും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ അച്ഛനോട് ചേർന്നിരിക്കാമല്ലോ. അങ്ങനെ അവളെയും ഫ്രണ്ടിലിരുത്തി ഞങ്ങൾ യാത്ര തുടങ്ങി. എങ്ങോട്ടാണെന്നറിയോ? സ്റ്റുഡിയോയിലേക്ക്. അവിടെ ആകുമ്പം കുറച്ച് കാഷ്വൽ ഡ്രസ്സ് കിട്ടും. ബർത്ത്ഡേക്ക് പറ്റിയ ഡ്രസ്സ് ഒരേപോലെ എടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേർക്കും കുഞ്ഞിനും ഒരേ നിറത്തിലാവുമ്പോൾ കാണാനും ഒരു ക്യൂട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അതിനായിട്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബുള്ളറ്റിലിങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമല്ലേ? കാറിലിരുന്ന് പോകുമ്പോൾ അത്രയൊന്നും കിട്ടില്ല. കാഴ്ചകളെ കണ്ട് മെട്രോയെ കണ്ട് ഇങ്ങനെ കാണാൻ എന്ത് രസമല്ലേ? അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയുടെ അടുത്തെത്താറായി. സ്റ്റുഡിയോയെ കാണുമ്പോൾ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ലൈറ്റും ഒത്തിരി ആൾക്കാരെയും അതിനുള്ളിൽ കയറുന്നതൊക്കെ അവൾക്ക് ഭയങ്കര കൗതുകമാണ്. അങ്ങനെ മെല്ലെ ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങിയിട്ട് അവളെയും കൂട്ടി ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് കയറി. ഭയങ്കര ഉത്സാഹമാണ് അവൾക്ക്. ചാടിത്തുള്ളി പോകുന്ന കണ്ടില്ലേ? അപ്പോൾ കുഞ്ഞ് ബാഗൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ വിലയൊക്കെ തിരക്കി. ഇനി സ്കൂളിൽ ചേർക്കാറൊക്കെ ആയല്ലോ. പതുക്കെ ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് കയറി. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവളല്ല, ഓട്ടവായി ചാട്ടവായി ഓരോ തുണിയെടുത്ത് നോക്കുന്നു. ഭയങ്കര രസമാണ് അവിടെ. ഒന്നാമത് അവിടെ നല്ല തണുപ്പുണ്ടല്ലോ, നല്ല രസമല്ലേ അതിനകത്ത് കയറി കഴിഞ്ഞാൽ. അങ്ങനെ ഓരോ ഡ്രസ്സിങ് തപ്പി നോക്കി അവളിങ്ങനെ നടക്കുകയാണ്. അവൾ അവളുടെ വഴിക്ക് പോകുന്നു, ഞാൻ അവൾക്കുള്ള ഡ്രസ്സും നോക്കുന്നു, ഞങ്ങൾക്കുള്ള ഡ്രസ്സും നോക്കുന്നു. അങ്ങനെ ഞാനിങ്ങനെ കുഞ്ഞിനുള്ള ഉടുപ്പും ഞങ്ങൾക്ക് ഒരേപോലെ വേണമല്ലോ, ഒരേ കളറായിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തപ്പുകയാണ്. അവൾ കൂട്ടത്തിൽ അന്വേഷിക്കുന്നുണ്ട് അച്ഛൻ്റെ കൂടെ. കുഞ്ഞിനായുള്ള ഡ്രസ്സ് തിരക്കിലായി ഞങ്ങൾ രണ്ടുപേരും. മനുഷ്യനൊന്ന് നോക്കും, ഞാനും ഒന്ന് നോക്കും. അങ്ങനെ ലാസ്റ്റ് തപ്പി ഒരു ഡ്രസ്സ് കണ്ടുപിടിച്ചു. നോക്കുമ്പോൾ കൊള്ളാം. അങ്ങനെ അവൾക്ക് സ്യൂട്ടാവുമെന്നൊക്കെ വെച്ച് നോക്കി, സൈസ് കറക്റ്റാണോ എന്ന് നോക്കി അത് സെലക്ട് ചെയ്തു. ഒന്ന് മേടിക്കുമ്പോൾ മറ്റൊന്ന് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ. ഇതായിരിക്കും നല്ലത്, അതായിരിക്കും നല്ലത്. എല്ലാ അച്ഛനമ്മമാർക്കും അങ്ങനെ തന്നെയല്ലേ? മക്കളെ എന്തിട്ടാലും ഭയങ്കര ഭംഗിയല്ലേ? അങ്ങനെ അത് ചൂസ് ചെയ്തു, ലുക്കിന് ഫിക്സ് ചെയ്തു. ഇനി ഞങ്ങൾ വിചാരിച്ച് ജാനൂട്ടിന് എടുക്കണമല്ലോ. ജാനൂട്ടി ആരാന്നറിയാം? എൻ്റെ നാത്തൂൻ്റെ കുഞ്ഞ. അവൾ ഞങ്ങളുടെ ആദ്യത്തെ മോള്. അപ്പം എന്ത് മേടിച്ചാലും അവൾക്കും എടുക്കാറുണ്ട് ഞങ്ങൾ. അങ്ങനെ അവൾക്കും ഒരു ഡ്രസ്സ് മേടിക്കാൻ വെച്ചു. ആളൊരു പിങ്ക് കുട്ടിയാണ്. അവൾക്ക് പിങ്ക് നിറത്തിൽ എന്ത് കണ്ടാലും അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ ഇഷ്ടത്തിനുള്ള ഒരു പിങ്ക് ഡ്രസ്സ് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവൾ കുഞ്ഞിനും എടുത്തു. 2 പേർക്കും ഡ്രസ്സും മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാശ്വാസം. ഇനിയും തരേണ്ടത് ആരുടെയാ? ഞങ്ങളുടെ ഡ്രസ്സല്ലേ. അങ്ങനെ വിനിച്ചേട്ടന് രുക്കുവിൻ്റെ അതേ കളറിലൊരു ഡ്രസ്സ് ബനിയൻ മേടിച്ചു. അങ്ങനെ വിനിച്ചേട്ടനുള്ള ഡ്രസ്സുമായിട്ട് എനിക്കൊരു കുർത്തയും മേടിച്ചു. സെയിം 3 പേർക്കും ഒരേ കളറ് ഡ്രസ്സ് കിട്ടി. അപ്പോൾ ഒരു ആശ്വാസം. അധികം തപ്പി നടക്കേണ്ടി വന്നില്ലല്ലോ. 2 ഡ്രസ്സും എടുത്തിട്ട് ഞങ്ങളൊന്ന് ട്രയൽ റൂമിലേക്ക് പോയി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും, ഫിക്സ് ആണോ, ടൈറ്റാണോ, ലൂസാണോ എന്നറിയാമല്ലോ. അങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് ഞങ്ങൾ ട്രയൽ റൂമിൽ പോയിട്ട് നോക്കി. കറക്റ്റായിരുന്നു. ഇനി അടുത്ത പരിപാടി ബില്ല് പേ ചെയ്യലാണല്ലോ. കുറേ നേരം ഞാൻ ക്യൂ നിന്ന് കഴിഞ്ഞപ്പോൾ രുക്കുവിന് ഞാൻ എടുക്കണം. അവൾക്ക് താഴെ നിൽക്കാൻ വയ്യ. ഞാനിങ്ങനെ വെറുതെ ഇനി നിൽക്കുന്നത് അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അമ്മ എടുത്ത് ചെന്നേക്കാം. അങ്ങനെ എൻ്റെ കയ്യിലിരുന്ന സാധനം ഞാൻ വിനിച്ചേട്ടനെ ഏൽപ്പിച്ചു. വിനിച്ചേട്ടനായി ആ ഡ്യൂട്ടി. ഞാൻ
ഞാൻ രുക്കുവിനെ എടുത്തിങ്ങനെ ഇരിക്കുകയാണ്. രുക്കു ഇങ്ങനെ നോക്കുകയാണ്, അച്ഛൻ എന്താ വരാത്തേ, വീട്ടിൽ പോകണ്ടേ, പാപ്പം കഴിക്കണ്ടേ എന്നൊക്കെ ചിന്തിച്ച് രുക്കു ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളെക്കാൾ താമസം വന്നവരൊക്കെ ബില്ല് പേ ചെയ്തിട്ട് പോയി. ഞങ്ങൾ പേ ചെയ്യേണ്ട സിസ്റ്റത്തിന് എന്തോ ഒരു ട്രബിള്. അങ്ങനെ കുറേ അധികം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. രുക്കുവിനാണെങ്കിൽ ധൃതിയായി, അവൾക്ക് വിശക്കുന്നുണ്ട്, പാപ്പം വേണമെന്ന് ഞങ്ങളോട് പറയുന്നുമുണ്ട്. പിന്നെ അവിടെ ഇവിടെ സാധനങ്ങൾ ഓരോന്ന് കാണിച്ച് ഞാൻ അവളെ ഒന്ന് സമാധാനപ്പെടുത്തി. അവൾ ഓരോന്ന് തൊട്ടും പിടിച്ചുമൊക്കെ ഇങ്ങനെ കളിച്ച് രസിക്കുകയാണ്. കൂട്ടത്തിൽ അച്ചാന്ന് വിളിക്കുന്നുമുണ്ട്. അവളുടെ ക്ഷമ കെട്ടു തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് വിശപ്പായും തോന്നുന്നു, ഉറങ്ങാനുള്ള സമയമായി. കട ക്ലോസിങ് ടൈമും ആവാറായി. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് സമാധാനപ്പെടുത്തണമല്ലോ. ചുമ്മാ ഒന്ന് അവളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുക്കാം, കുഞ്ഞൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവൾക്കൊരു ഉമ്മ കൊടുക്കുന്ന പോലെയൊക്കെ കാണിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ആക്റ്റീവായി. കുറച്ചൊരു സമാധാനം. എന്നിട്ട് പിന്നെയും വിനിച്ചേട്ടൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ അവളെ പതുക്കെ താഴെ നിർത്തി ഒരു കണ്ണാടിയുടെ മുന്നിൽ നിർത്തി. സ്റ്റുഡിയോയുടെ പ്രത്യേകത അതാണല്ലോ, ഫുൾ മിററാണല്ലോ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മിററിൽ നോക്കി ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്ന കാണാം. അത് ഞാനിങ്ങനെ ഫോണിൽ പകർത്തി. കൂട്ടത്തിൽ ഞങ്ങളൊരു ഫോട്ടോയും എടുത്തു. രസമല്ലേ ഇതൊക്കെ അല്ലാതെ എന്താണ് ജീവിതം അല്ലേ. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താ, ഒരുത്തേക്കും ബാഗ് പിടിക്കണം, കവർ പിടിക്കണം. അങ്ങനെ ഞാൻ അവളോടെ അതൊക്കെ ചുമന്ന് പതുക്കെ സ്റ്റുഡിയോയുടെ വെളിയിലേക്ക് ഇറങ്ങി. ആൾക്കൊട്ടും താല്പര്യമില്ല ഇവിടെ നിന്ന് ഇറങ്ങാൻ. അവൾക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഓടി നടക്കണം. അങ്ങനെ സ്റ്റുഡിയോയുടെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ആൾ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ബഹളം. അവൾക്കിനിയും മറ്റേ ലിഫ്റ്റിലൊക്കെ കയറി മുകളിലോട്ടൊക്കെ പോകണമെന്നാണ് പറയുന്നത് ആൾക്ക്. നമുക്ക് വേഗം വീടെത്തിയാൽ മതിയല്ലോ. എങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പതുക്കെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോയി. നോക്കിയപ്പോൾ ഒരു ജ്യൂസും ടീ കോഫിയൊക്കെ കിട്ടുന്നൊരു ചെറിയൊരു കട കണ്ടു തൊട്ടപ്പുറത്ത്. അവിടെ ചെന്നപ്പോൾ എന്താ, അത് ക്ലോസ് ചെയ്യാറായി, സമയം വൈകിയായി. എന്തായാലും ഇവർക്ക് എന്തെങ്കിലും ഫുഡ് മേടിച്ച് കൊടുക്കണമല്ലോ, ഞങ്ങൾക്ക് ഇച്ചിരി മധുരവും കഴിക്കണം. അപ്പോൾ ഐസ്ക്രീം എന്തായാലും വേണ്ട, ഈ രാത്രി സമയത്ത് ഐസ്ക്രീം കൊടുക്കുന്നത് നല്ലതല്ലല്ലോ കുഞ്ഞുങ്ങൾക്ക്, പനിയൊക്കെ വന്ന് എന്ത് ചെയ്യും. അപ്പം ഞങ്ങളിങ്ങനെ കടയൊക്കെ തപ്പി നടക്കുക. സമയം ഒത്തിരി വൈകിയത് കൊണ്ട് കടകളെല്ലാം അടച്ചു. എന്തെങ്കിലും ഡെസേർട്ട് മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ വണ്ടികൾ യാത്ര രസമല്ലേ, മെട്രോയെ കണ്ട് ഫുൾ ലൈറ്റിംഗ് ആയി കാണാൻ. ഫുൾ ലൈറ്റൊക്കെ കണ്ട് ഇങ്ങനെയുള്ള യാത്ര എൻജോയ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബുള്ളറ്റ് യാത്ര ചെയ്യുന്നത്. വിനിച്ചേട്ടൻ്റെ ഒപ്പം ചേർന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കടകൾ തപ്പി നടക്കുകയാണ്. ഒരു കട കണ്ട് നിർത്തി, പക്ഷെ അവിടെ കേക്ക് മാത്രമേ ഉള്ളൂ. കേക്ക് പോരാലോ, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നമ്മൾ കഴിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ വണ്ടി ഓടിച്ച് ഞങ്ങൾ കടകളെല്ലാം തപ്പി ഇങ്ങനെ നടക്കുക. അങ്ങനെ അവസാനം കുണ്ടന്നൂർ പാലത്തിൻ്റെ അവിടെ വിനിച്ചേട്ടനോട് കട കണ്ടുപിടിച്ച ഒരു ഫുഡ് സ്ട്രീറ്റ്. നേരെ ഞങ്ങൾ നടന്നു ചെല്ലുമ്പോൾ ഞാൻ ആകെ സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത് കഴിക്കാൻ പറ്റുമെന്ന്. എന്താണെന്നല്ലേ, പിസ്താച്ചിയോ സലങ്കാട്ടി ലബാൻ്റെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കില്ലേ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള. അത് ട്രൈ ചെയ്യാൻ എനിക്കും കൊതിയായി, വിനിച്ചേട്ടനും. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നുകൊണ്ട് ഭയങ്കര കൗതുകമായിരുന്നു എങ്ങനെ ഇരിക്കും എന്നുള്ളത്. കുറേ പേരത് കഴിക്കുന്നതും കാണാം. ഞങ്ങളത് ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തിട്ട് ബില്ലും പേ ചെയ്ത് ഞങ്ങളവിടെ ഇങ്ങനെ നിപ്പായി. കാത്തു കെട്ടി കിടക്കുന്ന സുഖം അത് വേറെ ഒന്നാണ്. അതും ഏറെ ആഗ്രഹിച്ചൊരു സാധനം കൈ കിട്ടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു കൗതുകമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇരിക്കാനായിട്ട് സീറ്റ് തപ്പി ഞങ്ങളൊരു സ്ഥലം കണ്ടെത്തി. ഒഴിഞ്ഞൊരു കോണ്, ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. രുക്കുവാണെങ്കിൽ അവിടെ കുറേ പൂച്ചയുണ്ട്. പൂച്ചക്കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇനി കളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വിനിച്ചേട്ടൻ അതുമായിട്ടെത്തി. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനൊരു തുറന്ന് കാണാനൊരു ക്യൂരിയോസിറ്റി ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. രുക്കുവാണ് നോക്കിയപ്പോൾ കേക്ക് കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്, കളർഫുള്ളായിട്ടിരിക്കുന്നത്. രുക്കുവാണ് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് രുക്കുവിന് തന്നെ കൊടുക്കാം. ഇച്ചിരി അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തു. അവൾക്ക് ഇഷ്ടപ്പെട്ട മധുരം കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ടോ. പിന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്തു. കൊള്ളാം, ഫസ്റ്റ് ട്രൈ അല്ലേ, സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഞാനത് വിനിച്ചേട്ടനും കൊടുത്തു. വിനിച്ചേട്ടനും അത് ഇഷ്ടപ്പെട്ടു. അധികം പൊതുവെ ആളല്ല, കുറച്ച് കഴിക്കും പിന്നെ ചെടിക്കും. എങ്കിലും വിനിച്ചേട്ടനാവുന്നത് വിനിച്ചേട്ടനും കഴിച്ച് എനിക്കാവുന്നതും ഞാനും കഴിച്ചു. കുഞ്ഞിനധികം കൊടുക്കുന്നത് നല്ലതല്ലല്ലോ,
അധികമായാലും അമൃതം വിഷമല്ലേ. പിള്ളേർക്ക് നമ്മൾ ഇങ്ങനെയൊന്നും അധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. എങ്കിലും കുറച്ച് അവളുടെ കൊതി മാറ്റാൻ വേണ്ടി മാത്രം അവൾക്ക് ഞാൻ കൊടുത്തു. ബാക്കി ഞങ്ങളിങ്ങനെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അധികം മധുരമായതുകൊണ്ട് കുറച്ച് ചെടിക്കുമല്ലോ. അപ്പം എങ്ങനെ നിർത്തണോ വേണ്ടായോ എന്നൊക്കെ ആലോചിച്ച് കഴിച്ച് എന്താണ് ഞങ്ങൾ അവസാനം കുറച്ച് ബാക്കി വെച്ചു. അത് കളയണ്ടല്ലോ, വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇനി മധുരം കഴിക്കണമെന്ന് തോന്നിയാലോ എന്ന് വെച്ചിട്ട് ഞങ്ങളത് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. രുക്കുവിനാണെങ്കിൽ മതിയായും തോന്നുന്നു. രുക്കു കഴിപ്പ് നിർത്താറായി. അവളും അതേ ക്യാരക്ടറാണ്, അധികം മധുരം കഴിക്കില്ല. ആദ്യമൊക്കെ ഒരു ഇഷ്ടവും താല്പര്യവും കാണിക്കും, എങ്കിലും പിന്നെ ഒന്ന് മടിക്കും. ഞാനതുകൊണ്ട് അവൾക്ക് അധികം ഞാനങ്ങനെ കൊടുക്കാറുമില്ല. അവൾക്കാവുന്നത് അവളുടെ കുഞ്ഞു വയറ് നിറയുന്നത് ഇതിൻ്റെ പാകം നമ്മുടെ അമ്മമാർക്കറിയാമല്ലോ. അങ്ങനെ അവൾക്കാവുന്ന അവൾക്കും കൊടുത്തു. ഞങ്ങളങ്ങനെ ഷെയർ ചെയ്ത് ഞാനും മിനിച്ചേട്ടനോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രുക്കു ആണെങ്കിൽ പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ കാണുന്നുണ്ട്. പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പം അവൾക്ക് വീട്ടിലേക്ക് വരാൻ മടിയാവുമെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഞങ്ങളത് മിച്ചം വന്നത് പാക്ക് ചെയ്ത് വീട്ടിൽ ചെന്നിട്ട് ഇനി കഴിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു ദാഹമൊക്കെ ഉണ്ട്. എന്തിനും ഒന്ന് കുടിച്ചാലോ, ഇത്രയും മധുരം നമ്മൾ കഴിച്ചതല്ലയോ. എന്നുവെച്ചാൽ നാരങ്ങാവെള്ളം ഓർഡർ ചെയ്യാണ്. അങ്ങനെ വിളിച്ചാൽ നാരങ്ങാവെള്ളം ഓർഡർ ചെയ്തു. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയോ, ഇത്രയും മധുരം കഴിച്ചിട്ട് ആരെങ്കിലും നാരങ്ങാവെള്ളം ഓർഡർ ചെയ്യോ? മേടിച്ചും പോയി. കുടിക്കാതിരിക്കാനും പറ്റുമോ? എന്താ പറ്റിയത്? മധുരമില്ല. ഇത്രയും മധുരം കഴിച്ചിട്ട് നാരങ്ങാവെള്ളം കുടിച്ചാൽ മധുരം തോന്നിക്കുമോ? ഞാനും വിനിച്ചേട്ടനും എങ്ങനെയൊക്കെയോ ആ നാരങ്ങാവെള്ളം കുടിച്ചു. കളയാൻ പറ്റില്ലല്ലോ, പൈസ കൊടുത്തതല്ലയോ. എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നില്ലേ ആ ഒരു സഭാകമ്പം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയൊക്കെയോ അത് കുടിച്ചു തീർത്തു. അങ്ങനെ വിനിച്ചേട്ടൻ ബില്ലും പേ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. രുക്കുവാണ് ഒരു തരത്തിൽ വരില്ല. അവർക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓടിച്ചാടി നടക്കണം. വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പം ആളുടെ മട്ടും ഭാവവും മാറിയിട്ടുണ്ട്. വണ്ടിയിൽ കയറുന്നില്ല. പിന്നെ വിനിച്ചേട്ടൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് വണ്ടി ഇരുത്തി. ഈ വട്ടം വിനിച്ചേട്ടൻ്റെ കൂടെ അല്ല ഇരിപ്പ്, എൻ്റെ കൂടെ. ഉറങ്ങാൻ സമയമായി. ഇനി ഫ്രണ്ട് ഇരുത്തി കഴിഞ്ഞാൽ കുഞ്ഞ് ഉറങ്ങിയാലോ, പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങളുടെ നടുക്കിരുത്തി. എന്നിട്ട് ഓരോരോ വിശേഷങ്ങൾ അവൾ പറയാണ്. കൂടെ എൻ്റെ ഫോണിൽ നോക്കി ഫോട്ടോ എടുക്കുന്നുണ്ട്. കഥകളും പാട്ടുകളും ഒക്കെ പാടി ലൈറ്റും ഒക്കെ കാണിച്ച് അവിടെ ഞങ്ങളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിയൊന്നുമില്ല കേട്ടോ, വെറുതെയാ, കള്ളിയാ. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് വീടെത്തറായി കേട്ടോ. വീടെടുക്കാറായി എന്ന് തോന്നുമ്പോൾ രുക്കുവിന് മട്ടാകെ മാറും. വീടിൻ്റെ ഗേറ്റ് കാണുമ്പോഴേ അവൾക്കിഷ്ടമല്ല. യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ വീട്ടിൽ കയറരുത്, ഇങ്ങനെ നടക്കണം. പക്ഷേ താഴെ നടക്കും അധികം, പിന്നെ നമ്മൾ എടുക്കുകയും വേണം. അങ്ങനെ വീടെത്താറായി. എന്നാലും ഞങ്ങളും ടയേർഡായി ഇത്ര യാത്ര ചെയ്തപ്പോഴത്തേക്ക്. നീ വീട്ടിൽ ചെന്നിട്ട് രുക്കുവിനെ ഫ്രഷ് ആക്കിയിട്ട് ഞങ്ങളും കിടന്നുറങ്ങണം. രുക്കുവിനാണെങ്കിൽ പാട്ട് ഫേവറേറ്റാണ്. കാർട്ടൂൺ പാട്ടുകളും കാക്കയുടെയും പൂച്ചയുടെയും സിനിമ പാട്ടുകളൊക്കെ ഇങ്ങനെ നമ്മൾ പാടിക്കൊണ്ടിരിക്കണം. അങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കുറേ പാട്ടുകളൊക്കെ പാടി അവളെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുറേ ലൈറ്റും കാര്യങ്ങളും ഹോട്ടൽസും ഫ്ലാറ്റുകളും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അത് ഈ രാത്രി പോകുമ്പം അത് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ വീടെത്താറായി. രുക്കുവിനത് എത്താറായത് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ആൾ ബഹളം തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ രുക്കുവിനെ ഒന്ന് മെരുക്കിയെടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ കയറട്ടെ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.